അമ്മേ അമ്മേ എന്നാ അടി? ഒരു മിനിറ്റ് അമ്മ വരട്ടെ. അമ്മേ എന്നാടി നിന്റെ അപ്പം ചത്തോ? അല്ല ഒരു ഫ്ലോയില് ഞാനങ്ങ് പറഞ്ഞതാ. അതെ, എനിക്ക് അഹമ്മദാബാദ് കോളേജിൽ നിന്ന് മെയിൽ വന്നു അടുത്ത മാസം പോയി ജോയിൻ ചെയ്യാൻ. ആഹാ, അയ്യോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. നീ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പച്ചനോടും അമ്മച്ചോടും ഒക്കെ ഒന്ന് പറയണം, അവർക്ക് ഭയങ്കര സന്തോഷമാവും. പോണ വഴിക്ക് എൻ്റെ അമ്മച്ചിയോടൊന്ന് പറഞ്ഞേക്കാം. എന്നാ അതിന്? അമ്മച്ചി എന്നാ ചെയ്തിട്ടാ? അവളുടെ പഠിത്തത്തിൻ്റെ കാര്യം അമ്മച്ചിക്ക് വല്ലതും അറിയാവോ? നീ പോകാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട, വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞോ. ചുമ്മാ ഇനിയിപ്പം അങ്ങോട്ട് ചെന്ന് വിളിക്കാൻ അതിനൊന്നും ആവശ്യമില്ല. ഇത് എന്നതാ അപ്പ എപ്പോഴും ഇങ്ങനെ അമ്മച്ചിയെ പറയുമ്പോൾ അമ്മ ഇങ്ങനെയാണോ തുള്ളുന്നേ? അവൾക്ക് എൻ്റെ അമ്മ കാണുമ്പോഴേ ചെറുത്താൻ കുറിച്ച് കാണുന്ന പോലെ. ആ അപ്പ ഈ ആഴ്ചക്കുള്ളിൽ 1 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞേ. എൻ്റെ അമ്മച്ചി നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? എപ്പോൾ പോയതാന്നേ? ഓ എൻ്റെ പൊന്നടി ഒന്നും പറയണ്ട. ആ ലോണ് പോയിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട്, എന്തൊക്കെ സ്ഥലത്താണ് ഒപ്പിട്ട് കൊടുത്തത് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇതിലും ഭേദം ഇവളെ ഞാൻ കെട്ടിച്ചു വിടുന്നതായിരുന്നു. എന്നാ അപ്പൻ എന്നെ കെട്ടിച്ചു വിട്ടോ? ആടി നിന്നെ ഇപ്പൊ കെട്ടിച്ചു വിടാം. വല്ലതും പഠിച്ച് 2 കാലം നിൽക്കാൻ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ ഗതിയാവും. അല്ല അതിന് നീ അങ്ങോട്ട് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി പാരസെറ്റാമോൾ തരാം. ഇത് വേണ്ട, അല്ല കമ്മ്യൂണിസ്റ്റ് വച്ചേ മതി. കമ്മ്യൂണിസ്റ്റ് വച്ചൊന്നും വേണ്ട, ഇത് കഴിച്ചിട്ട് ഞാൻ പാരസെറ്റാമോൾ തരാം. കമ്മ്യൂണിസ്റ്റ് വച്ച എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ തോന്നുക. അമ്മച്ചിയുടെ കൂടെ ഒന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറയാം. എന്നാത്തിനാ വിളിച്ചോണ്ട് വരുന്നത്? എന്നിട്ട് വേണം ഇനി അവർ എല്ലാവരും വിളിച്ച് പറയാൻ നിങ്ങൾക്ക് ക്ഷയരോഗമാണ്. എന്നതാ അമ്മേ? ഒന്നുമില്ലല്ലോ മകനെ കുറിച്ച് ഒരു അമ്മ അങ്ങനെയൊക്കെ പറയൂ. അമ്മയ്ക്ക് എന്നതാ? അത് നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ അവരുടെ സ്വഭാവം. എന്തിനു പറയണം, നിന്നെ കണ്ടാലേ ആ തള്ളെ പോലെ ഇരിക്കുന്നത്. ചില സമയത്ത് നിന്നെ കാണുമ്പില്ലേ ഉരയ്ക്കാൻ തോന്നും. അമ്മ എന്നോട് പറ, അമ്മച്ചി എന്തൊക്കെയാ അമ്മയോട് ചെയ്തെന്നുള്ള എന്നോട് പറ. നിനക്ക് കേക്കണോ? കെട്ടിൻ്റെ അന്ന് വീട്ടിൽ വന്നപ്പോ നിർത്തമ്മ, ഇത്രയും വർഷമായെങ്കിലും ഞാൻ അമ്മച്ചിയോട് പോയി ചോദിക്കും. എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരെയും പഠിപ്പിച്ച് നിന്റെ അപ്പ മാത്രം മര്യാദയ്ക്ക് പഠിച്ചില്ല. നീയും അതുപോലെ ആവും ഞാൻ വിചാരിച്ചേ. എന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നേ അവരെയും കൂടി കൂട്ടാൻ മേലായിരുന്നോ? എന്നാത്തിനാ പിന്നെ അടി പിടിക്കാനാണോ? എന്നാ പറ്റി? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ, ഒരു കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നതാണോ നീ? അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞങ്ങളവിടെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കുറച്ച് പണ്ടത്തെ കഥകളൊക്കെ കേട്ട് ഞാൻ. നീ എന്തോ കേട്ടെന്നാ? എന്നാ കാര്യം എന്നാ? ഒരുപാട് കഥകൾ കേട്ടു. എൻ്റെ പപ്പയുടെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രി തന്നെ ആ തള്ള എൻ്റെ കയ്യിൽ നിന്നുള്ള സ്വർണം എല്ലാം ഊരിയെടുത്തു. ഇങ്ങനെയൊക്കെയാണോ നിന്റെ അമ്മ നിന്നെ പറഞ്ഞു കേൾപ്പിച്ചേക്കുന്നേ? എന്നാ അങ്ങനെയല്ല സംഭവം.
കെട്ടിൻ്റെ അന്ന് അടുക്കള കാണാൻ വരുമ്പോഴേ അലമാരി സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുമെന്നാ പറഞ്ഞിരുന്നേ. പക്ഷെ ഇങ്ങോട്ട് ആരെയും ഒന്നും കണ്ടില്ല. ഈ കണ്ട സ്വർണവും മൊത്തം ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റുമോ? അടച്ചുറപ്പില്ലാത്ത വീടല്ല അന്നത്തെ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് ഓരോന്ന് എത്രണ്ണം ഉണ്ട് അളവും തൂക്കവും നോക്കി ഞാൻ എടുത്ത് എൻ്റെ പെട്ടിക്കകത്ത് വെക്കണ്ടേ. പിന്നെ എടുത്ത് കൊടുക്കുമ്പോൾ അതിന് കുറവ് ഇതിന് കുറവെന്നും പറഞ്ഞ് ഞാൻ കള്ളിയാവുകയല്ലേ. അതിന് ഞാൻ തൂക്കി നോക്കി. പോട്ടെ, ആയിരിക്കാം. എൻ്റെ അമ്മാവനെ, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളേനെ അമ്മച്ചി കള്ളനാക്കിയില്ലേ? എൻ്റെ ആങ്ങൾ ഒരു 10 അന്തി എൻ്റെ കൂടെ നിൽക്കാൻ വന്നപ്പോൾ നിന്റെ വല്യമ്മ അവനെ കള്ളനാക്കി. കുരുമുളക് വിറ്റ കഥ. നിൻ്റെ അമ്മയുടെ ആങ്ങള കുറച്ച് നാൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ഉണങ്ങിയ കുരുമുളക് ഞാൻ വിറ്റ് തരാം അമ്മച്ചിന്നും പറഞ്ഞ് വന്നതാ. കുരുമുളക് വിറ്റ കണക്കിനകത്ത് കുറേ കൃത്രിമം ഞാൻ കണ്ടുപിടിച്ചു. ചോദിച്ചപ്പോൾ പിന്നെ അതല്ല ഇതല്ല അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറയും. എന്തോ ഒരു പുകിലായിരുന്നു അന്ന്. ഈ അമ്മാവൻ്റെ ഒരു കാര്യം വേറെ ഉണ്ട്. എൻ്റെ അമ്മ പ്രസവം എടുത്തപ്പോൾ ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. നിന്നെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് പോലും ആ തള്ള എനിക്കൊരു സമാധാനം പോലും തന്നിട്ടില്ല. ശരിയാ, നിൻ്റെ അമ്മയോട് പണി ചെയ്യാൻ ഞാൻ പറഞ്ഞു. ആ കാര്യം എന്നാ, ഉള്ളതെല്ലാം കഴിച്ച് കഴിച്ച് ഓരോ അസുഖങ്ങൾ വരികയും കൊച്ച് വയറ്റിൽ കിടന്ന് വലുതാവുകയും ചെയ്യുവാന്ന് ഡോക്ടർ പറഞ്ഞു. എന്തേലും ഒരു പണി ചെയ്യണ്ടേ? നിൻ്റെ അമ്മയുടെ അടുത്ത് അമ്മിയിൽ അരയ്ക്കാനും പാടത്തിറങ്ങി കൊയ്യാനൊന്നും അല്ല ഞാൻ പറഞ്ഞു. ചെറിയ ചെറിയ പണികൾ പറഞ്ഞു. അതിനിപ്പോൾ ഞാനിപ്പോൾ വലിയ കുറ്റക്കാരി. എല്ലാം പോട്ടെ, എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്ന ഒരു ദിവസം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അമ്മച്ചി കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ പപ്പനെയും കൂട്ടി അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ? ആ തള്ളയും കൊണ്ട് പൊറുതി മുട്ടിയിട്ട ഇങ്ങേറെ കൈയും പിടിച്ച് രാഖി രാമായണം ഞാൻ ആ വീട് വിട്ടിറങ്ങിയത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പം ഖേദിച്ചിട്ട് കാര്യമൊന്നുമില്ല. മാർച്ച് മാസമായിരുന്നു SLC പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിൻ്റെ അന്ന്. നിൻ്റെ അമ്മേനെയും കൊണ്ട് ഇവിടെ പരീക്ഷ ഞങ്ങൾ എഴുതിച്ചിരുന്നു. എൻ്റെ അമ്മേനെയും കൊണ്ടോ? പക്ഷേ കിട്ടിയില്ല. ബാക്കിയുള്ള മരുമക്കൾക്കെല്ലാം ജോലിയുണ്ട്. എനിക്കിഷ്ടമല്ല ഈ ആണുങ്ങളുടെ പുറകെ നടന്ന് കഞ്ഞിയും കറിയും വെച്ച് പിള്ളേരെയും പറ്റി നോക്കാനായിട്ട്. ഞാൻ അവളോട് എപ്പോഴും പറയും, ഒരു പഠിച്ചൊരു ജോലി മേടിക്കുക സ്വന്തം കാലേ നിൽക്കാനായിട്ട്. നിൻ്റെ അമ്മയ്ക്ക് അത് പറ്റിയല്ല. നിൻ്റെ ഭാര്യ ഇവിടെ 10ാം ക്ലാസ് ജയിക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇറങ്ങിപ്പോയതാ അവള് ഈ മുറ്റത്ത് നിന്ന് എൻ്റെ കൊച്ചിനെയും വിളിച്ചോണ്ട്. ഞാൻ മറങ്ങലാവുന്നു. നീ നിന്റെ അമ്മ പറഞ്ഞ മാത്രമല്ലേ കേട്ടുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ള നീ കേക്ക്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. ഇങ്ങ് വന്നേ. പിന്നെ നിന്റെ അമ്മ ഇവിടെ ഉണ്ടെന്നപ്പോ പാചകത്തിന്റെ ABCD അറിയത്തില്ല, എല്ലാം പഠിപ്പിച്ച് അവിടെ നിൽക്കുവച്ചേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? നിന്റെ അമ്മയുടെ ആങ്ങള പണ്ട് ഇവിടെ വന്ന് നിന്നപ്പോ കുരുമുളകെല്ലാം വിറ്റത് ഞാൻ ഉണക്കിയത് കൊണ്ടേ വ്യക്തി തരാം. അന്നേക്ക് പൊന്നു ചിരിക്കുക, ഇടിക്ക് നിന്റെ വയറിട്ട്. വരുമ്പോ കരഞ്ഞോ കേട്ടോ, കരഞ്ഞോ അങ്ങോട്ട്. നിന്റെ മൂങ്കണ്ണിയിലൊന്നും ഇവിടെ കേക്കണ്ട ആർക്കും, കേട്ടല്ലോ. ചിരി ഇങ്ങനെ കാണിക്കടാ, എന്നെ ക്രൂരിയാക്കി കാണിക്കൂ.
ആരാടാ വന്നത്? സബ്സ്ക്രൈബ്